പാലാ ബ്ലഡ് ഫോറത്തിന്റെയും പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS, റേഞ്ചർ ആൻഡ് റോവർ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ ഫെഡറൽ ബാങ്കിന്റെയും ലയൺസ് ക്ലബിന്റെയും സഹകരണത്തോടെ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ ദേശീയ രക്തദാന ദിനാചരണവും മെഗാ രക്തദാന ക്യാമ്പും നടന്നു. മാണി സി കാപ്പൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലാ കേന്ദ്രീകരിച്ച് കോട്ടയം ജില്ലയിൽ ഒരു രക്തദാന വിപ്ലവം തന്നെ പാലാ ബ്ലഡ് ഫോറം എന്ന പേരിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണെന്ന് രക്തദാന രംഗത്തെ പാലാ ബ്ലഡ് ഫോറത്തിന്റെ പ്രവർത്തനം കേരളത്തിന് തന്നെ മാതൃകയാണെന്നും MLA മാണി സി കാപ്പൻ പറഞ്ഞു. പാലാ ഡിവൈഎസ്പിയും പാലാ ബ്ലഡ് ഫോറം ചെയർമാനുമായ K. സദൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയാണെന്ന് മനസ്സിലായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികൾ. കാരണം ഇപ്പോൾ അവിടെ ഒരാള് ജയിച്ചനാണെന്ന് 18 വയസ്സ് കഴിഞ്ഞ വർഷം ഇവിടുന്ന് പാസ് ഔട്ട് ആയ ആളാണ്. അപ്പൊ അന്ന് ഒരു പക്ഷേ 89 ഇയേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. 18 വയസ്സിൽ സ്വമേധയാ വരികയാണ്. പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ റെജിമോൻ K. മാത്യു, ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് രാജേഷ് ജോർജ് ജേക്കബ്, ലയൺസ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി പ്ലാത്തോട്ടം, NSS പ്രോഗ്രാം ഓഫീസർ ബിജു കുര്യൻ, റേഞ്ചർ ലീഡർ അനീറ്റ അലക്സ്, റോവർ സ്കൗട്ട് ലീഡർ നോബി ഡൊമിനിക്, പ്രോഗ്രാം കോർഡിനേറ്റർ അരുൺ പോൾ, മുനിസിപ്പൽ കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ, ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ സജീവ് വട്ടക്കനാൽ, പ്രൊഫസർ സുനിൽ തോമസ്, ജെയ്സൺ പ്ലാക്കണ്ണി, ജോമി സന്ധ്യ, ഡോക്ടർ മാമച്ചൻ, സിസ്റ്റർ ബിൻസി എന്നിവർ പ്രസംഗിച്ചു. ദിനാചരണത്തിനോടനുബന്ധിച്ച് നടന്ന മെഗാ രക്തദാന ക്യാമ്പിൽ 100ഓളം പേർ രക്തം ദാനം ചെയ്തു. ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് രാജേഷ് ജോർജ് ജേക്കബും ബ്ലഡ് ഫോറം ഡയറക്ടർ ജെയ്സൺ പ്ലാക്കണ്ണിയുടെ 71ാമത് തവണയും രക്തം ദാനം ചെയ്തു. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് രക്തദാനത്തിനെത്തിയത്. മരിയൻ മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കാണ് ക്യാമ്പ് നയിച്ചത്. i4 ന്യൂസ് പാലാ.